ആൻസർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് റിപ്പോർട്ടഡ് സ്പീച്ച്. ഈ പ്രാവശ്യം റിപ്പോർട്ടഡ് സ്പീച്ച് ആൻസറിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആണ് നിങ്ങൾക്ക് കിട്ടാവുന്നത്. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച് ആൻസറിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആണ്. ഇന്നേ വരെ നിങ്ങൾ കാണാത്ത ഒരു വേർഷനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കും. ഓക്കെ, ഫസ്റ്റ് ഞാനൊരു 1-2 മിനിറ്റ് ബോർ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് റൂൾസ് പഠിപ്പിച്ചു തരാം. പിന്നെ നമ്മൾ മലയാളത്തിലെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ ഡയലോഗ്സിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കാൻ പോവാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റൂൾസ് എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ടേബിളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റൂൾസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്താണ് ബേസിക് സംഭവങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, സി ക്വസ്റ്റ്യനിൽ എപ്പോഴും നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പീച്ച് എന്താണ് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊട്ടേഷൻ മാർക്കിലുള്ള എന്തെങ്കിലും സ്പീച്ച് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങളോട് മാറ്റിയിട്ട് എന്താക്കാൻ പറയും? ഇൻഡയറക്റ്റ് ആക്കാൻ പറയും. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ അഥവാ റിപ്പോർട്ടഡ്, ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് രണ്ടും സെയിം ആട്ടോ. ഓക്കെ, നിങ്ങളോട് റിപ്പോർട്ട് ദിസ് കോൺവെർസേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ പറയുന്ന റൂൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ഉണ്ട്. ഓക്കെ, ആ ലൈക്സ് ഒന്ന് ഫ്രീ ആണ്, ലൈക്ക് അടിച്ചേക്ക്. ഓക്കെ, ഇനി നമ്മുടെ ടെൻസ്. ഓക്കെ, ടെൻസ് എത്ര ടെൻസ് ഉണ്ട് മക്കൾ? നമുക്കറിയുന്നത് പ്രസന്റ്, ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് പ്രസന്റ് ടെൻസ്. ഓക്കെ, പ്രസന്റ് ടെൻസ്, പ്രസന്റിന്റെ കണ്ടിന്യൂസ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, പാസ്റ്റ്. ഓക്കെ, അല്ല പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട് അല്ലേ, പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ കാറ്റഗറിയാണ്. പാസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇതാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇതാ മനസ്സിലാക്കണം മക്കളെ. പ്രസന്റ് എന്താവും? പ്രസന്റ് മാറിയിട്ട് വെറും പാസ്റ്റ് ആവും. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ആവും. പ്രസന്റ് കണ്ടിന്യൂസ് മാറിയിട്ട് എന്താണ് മക്കളെ? പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. എല്ലാം ഒന്ന് പുറകിലേക്കാവും. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് എന്താ മക്കളെ? ഈ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് എന്താ സൂചിപ്പിക്കുന്നത്? പെർഫെക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറയുമ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ്. എന്താണ്? നോട്ട് ചെയ്തോ. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാവ് അല്ലെ ഹാസ്, ഹാവ് അല്ലെ ഹാസ്, ഹാവ് അല്ലെ ഹാസ്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ്, ഇമെയിൽ റൈറ്റിംഗ്, നോട്ടീസ്, അതൊക്കെ. വെരി ഗുഡ്. നോക്കിയേ, ഹാവ് അഥവാ ഹാസ് ആണ് ഈ പെർഫെക്റ്റ് എന്ന് പറയുന്ന സാധനം. പ്രസന്റ് പെർഫെക്റ്റ് മാറിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്നു. മക്കളെ എല്ലാ സാധനവും പാസ്റ്റിലേക്ക് അങ്ങാക്കിയാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്നു. ഈ പാസ്റ്റ് പെർഫെക്റ്റ് ആരാ? പാസ്റ്റ് പെർഫെക്റ്റ് മക്കളെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉണ്ടാവും. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡായി. ആ വാക്ക് മാറിയിടങ്ങ് ഹാഡ് ആക്കിയാൽ മതി. സിമ്പിൾ. അതേ സമയം ഇവിടെ നോക്കിയേ, അതേപോലെ ലാസ്റ്റ് ആള് പാസ്റ്റിലുള്ള സിമ്പിൾ പാസ്റ്റിലുള്ള കാര്യം എന്താ സംഭവിക്കുക? അതും പാസ്റ്റ് പെർഫെക്റ്റ് ആവും. കഴിയും. ഇത്രയും റൂൾസ് പഠിക്കുക. വളരെ പ്രസി എന്ന് പറഞ്ഞാൽ സമ്മറി. പക്ഷേ ഒരു പ്രത്യേക കണക്കുള്ള നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു സംഭവമാണിത് മക്കളെ. നിങ്ങൾ 200K ആയി എന്ന് പറയുന്നു. ആൻസർ കുറച്ച് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ ഒരു ഫോണും ലാപ്ടോപ്പ് ഒന്നും ഇല്ല ഇവിടെ. ഓക്കെ, റെഡി? ഷെയർ ചെയ്യാം മക്കളെ. നമ്മുടെ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഏകദേശം.